തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം ആരംഭിച്ചു. SIR-ൽ ആശങ്ക ഒട്ടും കുറഞ്ഞിട്ടില്ലെന്നും സമയം ഇനിയും നീട്ടണമെന്നും CPM ആവശ്യപ്പെട്ടു. അടിയന്തരമായി BLO, BLA യോഗം വിളിക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. പ്രവാസികളുടെ ആശങ്ക പരിഹരിക്കാൻ പ്രവാസി പ്രതിനിധികളുടെ യോഗം കമ്മീഷൻ വിളിക്കണമെന്ന് മുസ്ലിം ലീഗും ആവശ്യപ്പെട്ടിട്ടുണ്ട്. സഫ്വാനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാനുള്ളത്. സഫ്വാൻ, ഏറ്റവും ഒടുവിൽ വീണ്ടും SIR നീട്ടിയിട്ടുണ്ട്. പക്ഷേ ഇതും പര്യാപ്തമല്ല എന്നുള്ളതാണോ രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാട്? യോഗം അല്പസമയം മുമ്പ് അവസാനിച്ചിട്ടുണ്ട്. നൗഫൽ സൂചിപ്പിച്ചതുപോലെ SIR നടപടിക്രമങ്ങൾക്ക് സമയം നീട്ടി നൽകിയത് പര്യാപ്തമല്ല എന്ന് തന്നെയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ചു ചേർത്ത യോഗത്തിൽ BJP ഒഴികെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഇന്നും ഉന്നയിച്ചത്. ഡിസംബർ അവസാനം വരെയെങ്കിലും സമയപരിധി നീട്ടി നൽകണമെന്നാണ് രാഷ്ട്രീയ പാർട്ടികളുടെ ആവശ്യം. എന്നാൽ കമ്മീഷൻ ഇതിൽ വിശദീകരണം പറയുന്നത് പരമാവധി പരാതികൾ ഒഴിവാക്കി ഈ നീട്ടിയ സമയം ഫലപ്രദമായി ഉപയോഗപ്പെടുത്തി ഈ കാര്യങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ യോഗത്തെ അറിയിച്ചത്. നമുക്ക് സൂചിപ്പിച്ചതുപോലെ സുപ്രീം കോടതിയുടെ ഇടപെടലിനെ തുടർന്നാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ SIR നടപടിക്രമങ്ങൾ നേരത്തെ നീട്ടിയത്. പക്ഷേ ഇതിനെതിരെ ഒരു പ്രതിഷേധവും രാഷ്ട്രീയ പാർട്ടികൾ ഉയർത്തി. ഇത്തരത്തിൽ അടിസ്ഥാന ആവശ്യങ്ങൾ, പൗരന്മാരുടെ പൗരത്വവുമായി ബന്ധപ്പെട്ടുള്ള ആവശ്യങ്ങൾക്ക് കോടതിയെ സമീപിക്കേണ്ടി വരുന്നത് ദൗർഭാഗ്യകരമാണെന്നാണ് രാഷ്ട്രീയ പാർട്ടികൾ, ഇടത് പാർട്ടികൾ യോഗത്തെ അറിയിച്ചത്. അടിയന്തരമായി BLO, BLA മീറ്റിംഗുകൾ വിളിച്ചു ചേർക്കണമെന്നും ആവശ്യപ്പെട്ടു. ഈ 13-ാം തീയതി വരെ രാഷ്ട്രീയ പാർട്ടികൾ അതെല്ലാം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള തിരക്കുകളാണ്. അതിനുശേഷം മാത്രമേ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇതിൽ ഇടപെടാൻ കഴിയൂ എന്നുള്ളൊരു ആശങ്കയാണ് രാഷ്ട്രീയ പാർട്ടികൾ ഉയർത്തിയത്. മറ്റൊരു പ്രധാനപ്പെട്ട ഇടപെടൽ ഈ യോഗത്തിൽ ഉണ്ടായത് വിദേശത്ത് ജനിച്ചവർക്ക് പൗരത്വം നേടാനുള്ള ഫോം നിലവിൽ കമ്മീഷന്റെ വെബ്സൈറ്റിലില്ല. ഇത് സംബന്ധിച്ചൊരു ആശങ്ക മുസ്ലിം ലീഗ് പ്രതിനിധിയായ മുഹമ്മദ് ഷാ യോഗത്തിൽ ഉന്നയിച്ചു. ഈ വിഷയം പരിഹരിക്കാൻ കമ്മീഷൻ നേരിട്ട് ഇടപെട്ട് പ്രവാസി പ്രതിനിധികളുടെ യോഗം വിളിക്കണമെന്നും മുസ്ലിം ലീഗ് പ്രതിനിധി ആവശ്യപ്പെട്ടു. കമ്മീഷൻ ഈ ആവശ്യം അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഉടൻ തന്നെ പ്രവാസി പ്രതിനിധികളുടെ, ലോകത്തെങ്ങാനുമുള്ള പ്രവാസി പ്രതിനിധികളുടെ യോഗം വിളിക്കും. അവരെ കേൾക്കാൻ കമ്മീഷൻ തയ്യാറാകുമെന്നുള്ള ഒരു കാര്യം കൂടി അറിയിച്ചിട്ടുണ്ട്. ഏതായാലും കഴിഞ്ഞ യോഗം അവസാന യോഗമായിരുന്നു എന്നാണ് അറിയിച്ചിരുന്നത്. പിന്നീട് രാഷ്ട്രീയ പാർട്ടികൾ നിർദ്ദേശം നൽകിയതിന്റെ പശ്ചാത്തലത്തിലാണ് ആദ്യം ഓൺലൈനായിട്ടും പിന്നീട് ഒരു ഓഫ്ലൈൻ ആയിട്ടും ഇങ്ങനൊരു യോഗം വിളിച്ചു ചേർത്തത്. SIR-ൽ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം, ഇന്നത്തെ യോഗം അവസാനിച്ചിരിക്കുകയാണ്. ഇപ്പോഴും ആശങ്ക പ്രകടിപ്പിക്കുകയാണ് BJP ഒഴികെയുള്ള രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ യോഗത്തിൽ. വിവരങ്ങളാണ് സഫ്വാൻ നൽകിയത്.